Hi friends, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തേക്കാണ്. ഏകദേശം ഒരു 1.5 ഇഞ്ച് ഇഞ്ചി വരും. പിന്നെ ഞാൻ ഇവിടെ ഒരു 3-4 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ 2 സവാള റഫ്ലി ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. കാരണം നമ്മളിത് നന്നായിട്ട് വഴറ്റിയിട്ട് ഗ്രൈൻഡ് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു 2 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബോൺ ഉള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലാസ് നോക്കാം. ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നീളത്തിന് പട്ട എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഗ്രാമ്പു, ഒരു 3 ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ടും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ടും നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഹോൾ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തത് സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നിറം മാറ്റുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇനി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പം അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ ഇവിടെ കശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇവിടെ മസാലാസൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്കിനി വഴറ്റി വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, പിന്നെ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയും തക്കാളിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഈ പേസ്റ്റിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതിനി ഒരു അടച്ചു വെച്ച് ഒരു 15 മിനിറ്റിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കറി താഴെ പിടിക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇതെടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിനി ഇതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ റോസ്റ്റ് ഒരുവിധം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ റോസ്റ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.